നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കേരള സർക്കാരിന് കീഴിലുള്ള ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. കേരള PSC വഴി തന്നെയാണ് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിലേക്കും റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു നോട്ടിഫിക്കേഷൻ കേരള PSC പുറത്തിറക്കിയിരുന്നു. നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വിശദമായി പരിശോധിക്കാം. അപ്പോൾ ഇതാണ് കേരള PSC നവംബർ 30 പുറത്തിറക്കിയ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഡിസംബർ 30 അവസാന തീയതി, പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിസംബർ 30 രാത്രി 12 മണി വരെ നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കാറ്റഗറി നമ്പർ പ്രത്യേകം ശ്രദ്ധിക്കുക. 274/2020 ആണ് കാറ്റഗറി നമ്പർ നൽകിയിരിക്കുന്നത്. ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കാണ് നിലവിൽ റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. 8 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി 19,000 രൂപ മുതൽ 43,600 രൂപയാണ് ഈ പറയുന്ന ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു ജോബിന് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി. അപ്പോൾ കേരള സർക്കാരിന് കീഴിലുള്ള ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും നിങ്ങൾക്ക് നിയമനം ലഭിക്കുക. ഇനി നമുക്ക് ഈ പറയുന്ന ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിന് വേണ്ട യോഗ്യതകൾ നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ +2 തന്നെയാണ് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റിന് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത. അപ്പോൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം അതിന്റെ ഏജ് ലിമിറ്റും കാര്യങ്ങളും തുടക്കത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല SC ST OBC കാൻഡിഡേറ്റ്സിന് ഗവൺമെന്റ് നോംസ് അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. +2 പാസ്സായിരിക്കണം എന്നുള്ളൊരു അടിസ്ഥാന യോഗ്യതയാണ് ഈ ഒരു പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത. ഇനി അതല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷനുള്ള ആളുകൾ കൂടി ഈ പറയുന്ന ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഇതാണ്. അതായത് SSLCയും അതിനോടൊപ്പം ഒരു നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതായത് നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ്, അതായത് NCVT ഇഷ്യൂ ചെയ്ത നാഷണൽ സർട്ടിഫിക്കറ്റും SSLCയും നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. അതായത് +2 കഴിഞ്ഞ ആളുകൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഇനി അതല്ലെങ്കിൽ SSLCയും ഇതിൽ പറഞ്ഞിരിക്കുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് NCVT ഇഷ്യൂ ചെയ്ത നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്കും ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന 2 ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് തീർച്ചയായും അപേക്ഷിക്കാവുന്നതാണ്. 8 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എങ്കിലും നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവസാന തീയതി തന്നെയാണ്. ഡിസംബർ 30 അവസാന തീയതി. അപ്പോൾ കേരള PSC തുളസി എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഈ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് പോസ്റ്റിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമുക്ക് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ കാറ്റഗറി നമ്പർ 274/2020 ആണ്. അത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ലിങ്കും ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന്റെ ലിങ്കും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കേരള PSC തുളസി എന്ന ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിരിക്കുമ്പോൾ തന്നെ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് ഇപ്പോൾ തന്നെ ആ ഒരു ലിങ്ക് വഴി ഈ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിനു ശേഷം കേരള PSC ലോഗിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെയും ആ ഒരു വെബ്സൈറ്റിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പോയി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും +2 യോഗ്യതയുള്ളവരും SSLCയും നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് NCVTയുടെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകളും തീർച്ചയായും അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.